കോട്ടാത്തല സുരേന്ദ്രന്റെ രക്തസാക്ഷിത്വം നാട്ടിലാകെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടൊരു കാലത്ത് ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റുകാർ പല രീതിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പല നിലയിലും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സഖാവ് കോട്ടാത്തല സുരേന്ദ്രനെ പോലീസ് പിടികൂടി പോലീസ് ലോക്കപ്പിൽ കൊണ്ടുപോയി. കൊട്ടാരക്കര പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത്. സഖാവിന്റെ രക്തസാക്ഷിത്വം വലിയ തോതിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടതിനെ തുടർന്നാണ് സഖാവ് സുരേന്ദ്രനും സഹപ്രവർത്തകരും ഒളിവിൽ പോയത്. കോട്ടാത്തല കുന്നിന് മുകളിലെ ഒളിസങ്കേതം പോലീസ് വളഞ്ഞു. ആ സന്ദർഭത്തിൽ സഖാവ് സുരേന്ദ്രന് വേണമെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ സഖാവ് കോട്ടാത്തല സ്വീകരിച്ച രീതി സഹപ്രവർത്തകന്മാരെ രക്ഷിക്കുക. അതിനാണ് വിപ്ലവകാരിയായ സഖാവ് കോട്ടാത്തല ആ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചത്. ഒപ്പമുള്ളവർക്ക് രക്ഷപ്പെടാൻ സഖാവ് കോട്ടാത്തല സുരേന്ദ്രൻ വഴിയൊരുക്കി കൊടുത്തു. പോലീസ് കോട്ടാത്തല സുരേന്ദ്രൻ നേരിട്ടു. സഖാവ് സുരേന്ദ്രൻ പോലീസുമായി ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ മരണപ്പെട്ടു. സ്വാഭാവികമായും പിന്നെ പോലീസിന്റെ ഭീകരവാഴ്ചയായിരിക്കും സംഭവിക്കുക. സഖാവ് പറഞ്ഞു, പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ നാട് നശിപ്പിക്കും, നിങ്ങളൊരു പ്രദേശം നശിപ്പിക്കും, അതില്ലാതാകണമെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അനുഭവമായിരുന്നു